ശബരിമലയിൽ പൂപ്പൽ പിടിച്ച ഉണ്ണിയപ്പം വിതരണം ചെയ്ത ദേവസ്വം ബോർഡ്. ശബരിമല ദർശനത്തിനെത്തിയ കൊച്ചി സ്വദേശികൾക്കാണ് കാലപ്പഴക്കം കൊണ്ട് പൂപ്പൽ പിടിച്ച ഉണ്ണിയപ്പം ലഭിച്ചത്. പാക്കറ്റിന് 45 രൂപ നിരക്കിലാണ് ഉണ്ണിയപ്പം വിതരണം ചെയ്യുന്നത്. ശബരിമല ദർശനത്തിന് ശേഷം അയ്യൻ്റെ ദർശനത്തിന് ശേഷം ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ, എല്ലാ ഭക്തന്മാരും ചെയ്യുന്നത് പോലെ അരവണയും അപ്പവും ആവശ്യത്തിന് വാങ്ങി തിരിച്ച് ദർശനം കഴിഞ്ഞ് വീടുകളിലെത്തി. നമ്മൾ സ്വാഭാവികമായിട്ടും വീടുകളിലെത്തിയ ശേഷമാണ് നമ്മൾ വീട്ടുകാർക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും അയൽവക്കക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി അപ്പവും അരവണയെല്ലാം എടുക്കുക. ഇത് 3 പാക്കറ്റാണ്. 3 പാക്കറ്റിൽ ഭൂരിഭാഗവും പൂപ്പൽ വന്ന രീതിയിലായിരുന്നു. വെളുത്ത പാടുകളായിരുന്നു ആ അപ്പത്തിൻ്റെ ഉള്ളിലെല്ലാം അടങ്ങിയിരുന്നത്. മാത്രമല്ല, അത് രുചിച്ച് നോക്കുന്ന സമയത്ത് തീർത്തും നമുക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്ത രീതിയിൽ, അത് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് പോയ്സൺ അടിക്കും എന്നുള്ള രീതിയിലുള്ള തരത്തിലുള്ള ഒരു ചൊവയായിരുന്നു ആ അപ്പത്തിന് ഉണ്ടായിരുന്നത്. ഇത് ശരിക്കും ഭക്തജനങ്ങളോട് കാണിക്കുന്ന ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ബീന റാണി ചേർന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ബീന, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ കടുത്ത അനാസ്ഥ തുടരുകയാണ്. കാരണം നടപ്പന്തലിൽ കുടുങ്ങിക്കിടന്ന സംഭവം, ഭക്തർ അത് മുതൽ ഇന്ന് വരെ നമുക്കറിയാം ഓരോ ദിവസം ഓരോ പുതിയ പ്രശ്നങ്ങളാണ് ശബരിമലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ കരുതൽ ഈ ഒരു വിഷയങ്ങളിൽ ദേവസ്വം ബോർഡ് എടുക്കുന്നില്ല എന്ന ആരോപണം ശക്തമായി നിലനിൽക്കെയാണ് ഇത്തരമൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഭക്തരോട് കാട്ടുന്ന അനാസ്ഥ അല്ലെങ്കിൽ അവഗണന അത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. വ്രതമെടുത്ത് ശബരിമല ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരോട് തീർത്തും അവഗണന നിറഞ്ഞ പെരുമാറ്റമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അല്ലെങ്കിൽ തീർത്തും നിരുത്തരവാദപരമായിട്ടാണ് ദേവസ്വം ബോർഡ് പെരുമാറുന്നത് എന്ന് ആണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് പോയ സംഘത്തിനും ഉണ്ടായ ദുരനുഭവം മറ്റൊന്നുമല്ല. 12 പേരടങ്ങുന്ന ഒരു സംഘമാണ് ശബരിമലയിൽ ദർശനത്തിന് പോയത്. തിരിച്ചിറങ്ങുന്ന വഴി പതിവ് പോലെ അരവണ പായസവും ഉണ്ണിയപ്പവും വാങ്ങിച്ച് ഇവർ മടങ്ങുകയായിരുന്നു. വീട്ടിലെത്തി തുറന്നു നോക്കുമ്പോൾ, അതായത് ഒരാൾക്ക് മാത്രമല്ല, ഈ 12 പേർക്ക് ലഭിച്ച ഓരോ ആളുകളും 3 പാക്കറ്റ് വീതം ഉണ്ണിയപ്പം വാങ്ങിയിരുന്നു സുഹൃത്തുക്കൾക്കും മറ്റും നൽകാൻ വേണ്ടി. അത് വീട്ടിലെത്തി തുറന്നു നോക്കുമ്പോഴാണ് എല്ലാവർക്കും ഇതേ അനുഭവമാണ് ഉണ്ടായത്. എല്ലാ പാക്കറ്റുകളിലും ഓരോ ഉണ്ണിയപ്പമോ മറ്റോ നല്ല രീതിയിലും ബാക്കിയെല്ലാം തന്നെ പൂപ്പൽ പിടിച്ച രീതിയിലുമാണ് ഉണ്ടായിരുന്നത്. തീർച്ചയായും ഇത് കാലപ്പഴക്കം കൊണ്ട് സംഭവിച്ചതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. ഇത്തരത്തിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത, അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ വിഷബാധ ഏൽക്കുമോ എന്ന് ഭയക്കുന്ന രീതിയിലുള്ള അവസ്ഥയിലായിരുന്നു ഉണ്ണിയപ്പം ഉണ്ടായിരുന്നതെന്നും ഇവർ പറയുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം അനാസ്ഥയ്ക്കെതിരെ ഇവർ ശക്തിയായി തന്നെ പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനെല്ലാം ഉപരി ഇത്തരത്തിൽ സുരക്ഷാ മാനദണ്ഡം, ശബരിമലയിലെ അപ്പം അരവണ നിർമ്മാണത്തിൽ സുരക്ഷാ മാനദണ്ഡം, അതായത് അതിന്റെ ചേരുവകളുമായി ബന്ധപ്പെട്ടും അതിന്റെ നിർമ്മാണ രീതികളുമായി ബന്ധപ്പെട്ടും സുരക്ഷാ മാനദണ്ഡം പാലിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഈ മണ്ഡലകാലം തുടങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിൽ നോട്ടീസ് അയക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഹർജി കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആ ഹർജിയിൽ ഒരു ഗുണനിലവാര ലബോറട്ടറി സ്ഥാപിക്കണമെന്ന ആവശ്യവും ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം സാധൂകരിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളെല്ലാം സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും അരവണയിൽ എലിയുടെ വാല് കണ്ടതടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായത് നമുക്കറിയാം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഭക്തർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ദേവസ്വം ബോർഡ് നിരന്തരമായി ഇത്തരത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഭക്തരോട് കാട്ടുന്ന അവഗണന പ്രതിഷേധിക്കേണ്ടത് തന്നെയാണെന്ന തീരുമാനത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം ദുരനുഭവം ഉണ്ടായവരും ഇപ്പോൾ നിലവിലുള്ളത്. അവർ ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടികളിലേക്ക് നീങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലും മറ്റും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. വ്രതമെടുത്ത് ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് കൃത്യമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും അതുമായി ബന്ധപ്പെട്ട് ഭക്തർക്ക് പ്രസാദം ലഭിച്ച് തിരിച്ച് ദർശന പുണ്യത്തോടെ മടങ്ങാനുമുള്ള ഒരു സാഹചര്യം ദേവസ്വം ബോർഡ് ഒരുക്കുന്നില്ല എന്നുള്ള പരാതി കാലങ്ങളായി നിലവിലുണ്ട്. അതിനെ സാധൂകരിക്കുന്ന വിധത്തിൽ ഓരോ വർഷവും പുതിയ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. ദേവിക.
ബീന, അത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത്. ചെറിയ പൂപ്പലല്ല അതിൽ ഉണ്ടായിരിക്കുന്നത്, വലിയ പൂപ്പൽ തന്നെയാണ്. കാലപ്പഴക്കം വന്ന ഉണ്ണിയപ്പമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാകും. ഇത് കാണാത്തവരല്ല പാക്ക് ചെയ്തതും വിതരണം ചെയ്തതും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബോധപൂർവമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. രേഷ്മ ബാബു കൂടി ചേർന്നുണ്ട്. രേഷ്മ, ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. വിഷയം ഗൗരവമെന്ന് ദേവസ്വം ബെഞ്ച് അറിയിച്ചിരിക്കുന്നു. തിങ്കളാഴ്ച പരിഗണിക്കാമെന്നും കോടതി ഈ ഒരു വിഷയത്തിൽ അറിയിച്ചിരിക്കുകയാണ്. കോടതി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? ദേവിക, നിലവിൽ ഈ പൂപ്പൽ പിടിച്ച ഉണ്ണിയപ്പം ശബരിമലയിൽ വിതരണം ചെയ്ത സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. രാവിലെ തന്നെ ഇതിന്റെ ചിത്രങ്ങൾ അടങ്ങിയ ഈ ഒരു വിഷയം ഹൈക്കോടതിയിൽ അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ അമിക്കസ് ക്യൂറിയുടെ വിവരങ്ങൾ ദേവസ്വം ബെഞ്ച് തേടിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ വിഷയം ഹൈക്കോടതി ഒന്നും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഗൗരവം എന്നുള്ള പരാമർശം നടത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച തന്നെ വിശദമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിൽ, അതായത് ഉണ്ണിയപ്പം, അരവണ ഇവയടക്കം പരിശോധിക്കുന്ന കാര്യങ്ങളിൽ ഒരു ലാബ് വേണമെന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ആ വിഷയമടക്കം തിങ്കളാഴ്ച പരിഗണിക്കുന്നുണ്ട്. അന്നേ ദിവസം ഈ ഉണ്ണിയപ്പത്തിന് പൂപ്പൽ പിടിച്ച സംഭവം കൂടി പരിഗണിക്കാമെന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. ഇന്ന് ഒരു പ്രാഥമികമായിട്ട് ചില വിവരങ്ങൾ ദേവസ്വം ബോർഡ് മറുപടി എന്നുള്ള രീതിയിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുൻപാകെ കൈമാറിയിട്ടുണ്ട്. ഈ മഴയും ഈർപ്പവും കാരണമാകാം പൂപ്പൽ പിടിച്ചത് എന്നുള്ള ഒരു നിലപാടാണ് പ്രാഥമികമായിട്ട് ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. വിശദമായിട്ടുള്ള മറുപടി രേഖാമൂലം തന്നെ അടുത്ത ദിവസങ്ങളിൽ കൈമാറുകയും ചെയ്യും. എന്തായാലും നിലവിൽ ഈ ഒരു വിഷയത്തെ ഹൈക്കോടതി വളരെ അധികം ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. നേരത്തെ തന്നെ ശബരിമലയിലെ മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട് എല്ലാ സൗകര്യങ്ങളും ഏത് വിധത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് ദിനംപ്രതി ഹൈക്കോടതി പരിശോധിക്കുന്നുണ്ടായിരുന്നു. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ദേവസ്വം ബെഞ്ച് നൽകുന്ന അഫിഡവിറ്റുകളും അടക്കം പരിശോധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ തന്നെയാണ് പ്രസാദ വിതരണത്തിൽ ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് അല്ലെങ്കിൽ ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നത്. പൂപ്പൽ പിടിച്ച ഉണ്ണിയപ്പം ഭക്തർക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പരാതി ലഭിച്ചൊരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ അടക്കമാണ് ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കർശനമായിട്ടുള്ള ഒരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. എന്തായാലും നിലവിൽ ഈ ഒരു രേഖാമൂലം വിശദമായിട്ട് തന്നെ മറുപടി നൽകാമെന്നുള്ളൊരു നിലപാട് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സ്വീകരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഈ വിഷയം പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ അത് അഫിഡവിറ്റ് ആയിട്ട് ഒരുപക്ഷെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. എന്തായാലും മഴ ഉച്ച സമയത്ത് പോലും മഴ ശബരിമലയിൽ ഉണ്ട്. അതുകൊണ്ട് ഈർപ്പം പിടിക്കുന്ന ഒരു കാലാവസ്ഥയാണെന്നും ഇത് പൂപ്പൽ പിടിക്കാനായിട്ടുള്ള ഒരു കാരണമായും എന്നും ആണ് നിലവിൽ ദേവസ്വം ബോർഡ് വാക്കാൽ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. ചില രേഖകൾ കൂടി കോടതിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരം ഒരു സംഭവം ഉണ്ടായി എന്നുള്ള ഒരു കാര്യം ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വിഷയം ഗൗരവമായിട്ട് കണ്ടുകൊണ്ട് തന്നെ പരിഗണിക്കാമെന്നുള്ള നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുകയാണ്. ദേവിക, ഗുരുതരമായ അനാസ്ഥ തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പൂപ്പലടങ്ങിയ ഉണ്ണിയപ്പമാണ് ശബരിമലയിൽ വിതരണം ചെയ്തത്. ഇത്തരം പൂപ്പലടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ഫുഡ് പോയിസൺ അടക്കമുള്ള വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇത് മരണത്തിലോട്ട് പോലും വഴിവെക്കാവുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഭക്തരുടെ ജീവനോ അല്ലെങ്കിൽ ആരോഗ്യത്തിനോ പോലും യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് ദേവസ്വം ബോർഡിന്റെ നടപടികൾ ശബരിമലയിൽ ഉണ്ടാകുന്നത് എന്ന് പറയേണ്ടി വരും. രേഷ്മ ബാബുവും ഒപ്പം ബീന റാണിയുമാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.